കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടമായതായി പരാതി. കാണിക്കയായി ലഭിച്ച 20 പവനോളം സ്വർണ്ണ നഷ്ടമായി എന്നാണ് പരാതി. സ്ഥലം മാറിപ്പോയ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദ് കുമാർ കൃത്യമായ രേഖകളോ ഉരുപ്പടികളോ കൈമാറിയില്ല എന്നാണ് ആരോപണം. പിന്നീട് വന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഉരുപ്പടികൾ നഷ്ടമായതായി കണ്ടെത്തിയത്. ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ നിന്നിപ്പോൾ മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥില, എന്താണിപ്പോൾ ഉയരുന്ന പരാതി? ഉന്മേഷ, കാണിക്കയായി ലഭിച്ച 20 പവനോളം വരുന്ന ഉരുപ്പടികൾ അത് കാണാനില്ല എന്ന ഒരു പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് മുൻപ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് കുമാർ, അദ്ദേഹമാണ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയതാണ്. അതിനുശേഷം 2 എക്സിക്യൂട്ടീവ് ഓഫീസർമാർ വന്നു ുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഈ വിനോദ് കുമാർ കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇത്തരത്തിൽ ഒരു ആരോപണം, അതായത് ഇത്തരത്തിൽ 20 പവനോളം സ്വർണം ഇവിടെ നിന്നും കാണുന്നില്ല എന്ന ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ മലബാർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിൽ നിന്നും ഇത്തരത്തിൽ സ്വർണം, ഇത്തരത്തിലുള്ള ഉരുപ്പടികളെല്ലാം തന്നെ ഇവിടെ നിന്നും നഷ്ടമായി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ക്ഷേത്രം ട്രസ്റ്റി അംഗം എനിക്കൊപ്പം ചേരുന്നത്. എപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരമൊരു സംശയം തോന്നിയത്? സംശയം തോന്നുന്നത് കഴിഞ്ഞ മാസമാണ്. എന്താ വെച്ചാൽ 2023 വിനോദ് സാർ ഇവിടുന്ന് മാറിപ്പോകുന്നത്. 2016 വന്ന് 7 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് കാസർഗോഡുള്ള സജീവൻ സാറാണ്. സജീവൻ സാർ വന്ന് ഇപ്പോൾ ഈ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് വിനോദ് സാറാണ്. എക്സിക്യൂട്ടീവ് സാറാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. താക്കോൽ അയാളടുത്ത് ഉണ്ടാകുക. അയാൾ വരുന്ന ഓഫീസർക്ക് ഇങ്ങനെ കൈമാറി പോകണം. നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഇയാൾ കൈമാറിയില്ല. അങ്ങനെ രേഖാമൂലം അയച്ച്, നോട്ടീസ് അയച്ചിട്ടുണ്ട്, രജിസ്റ്റേർഡ് അയച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിനോദ് ഓഫീസർ ഇവിടുന്ന് മാറിപ്പോയത് കൊയിലാണ്ടി ശാലയിലേക്കാണ്. അവിടുന്ന് എന്തോ പ്രശ്നത്തിൽ എന്തോ സസ്പെൻഷൻ ആകുകയും പിന്നെ അയാൾ മെയ് 31 റിട്ടയർഡ് ആകേണ്ട ഒരു വ്യക്തി കൂടിയാണ് അയാൾ കഴിഞ്ഞ വർഷം. ടി വിനോദ് കുമാർ നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടെന്നാണോ? അല്ല, കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത്, എന്താ സസ്പെൻഷനിലായിരുന്നു. പിന്നെ ഇവിടേക്ക് വന്നില്ല. ഇവരിങ്ങനെ നിരന്തരം ഓഫീസർമാർ ബന്ധപ്പെടുന്നുണ്ട്, വരാന്നറിയൂ. പക്ഷേ വന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. വിനോദ് സാറിന് പോയാൽ സജീവൻ സാർ ഇങ്ങനെ നിരന്തരം ബന്ധപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സജീവൻ സാറും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. പിന്നെ വരുന്ന പേരാമല ഒരു ഹരിദാസൻ സാറാണ്. ഹരിദാസൻ സാറും നിരന്തരം ചോദിക്കുന്നുണ്ട്, ഹാൻഡ് ഓവർ ചെയ്തില്ലല്ലോ സജീവ, എനിക്ക് സ്വർണ്ണാഭരണം കിട്ടിയില്ലല്ലോ, അതിൻ്റെ കണക്ക് കിട്ടിയില്ലല്ലോ. പക്ഷേ സജീവൻ സാർ പറയുന്നത് എനിക്ക് വിനോദൻ കൈമാറിയില്ല. അങ്ങനെ ഹരിദാസൻ സാറും ഈ നിരന്തരം ഇയാളായിട്ട് ബന്ധപ്പെട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പറയുന്നു, നോട്ടീസ് അയക്കുന്നു, മറ്റേ രജിസ്റ്റേർഡ് അയക്കുന്നു, അത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും കൊടുത്തില്ല. ആ സമയത്താണ് ഇപ്പം പിന്നെ അയാൾ മാറി. ഇപ്പം പുതിയ ദിനേഷ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിലെ ഓഫീസർ ചാർജ് എടുത്ത് കഴിഞ്ഞ 3 മാസമായിരുന്നു, 2 മാസം കഴിഞ്ഞുള്ളൂ. അയാൾ വന്നതിന് ശേഷവും നിരന്തരമായിട്ട് ചോദിച്ചപ്പോൾ ഹരിദാസ് സാറിനോട് ചോദിച്ചു. ഹരിദാസ് സാറിന് എനിക്ക് കിട്ടിയില്ല. ഹരിദാസ് സാറ് പറഞ്ഞ് സജീവൻ സാറിന് എനിക്ക് തന്നില്ല. അപ്പം ഈ വിനോദ് സാറ് ആർക്കും കൊടുത്തില്ല. ഇത്രയും ഒരു 1.5 കൊല്ലത്തിൽ പോയി എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ മാസം ഈ പല അമ്പലങ്ങളിലും ഈ വിനോദ് സാറിൻ്റെ അടുത്തിൽ ഉരുപ്പടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ വെരിഫിക്കേഷൻ വന്ന ഓഫീസർമാർക്ക് ബോധ്യപ്പെട്ട് ചില സാധനങ്ങളില്ല എന്നുള്ളത്. അന്നപ്പം ദിനേശ് ഇപ്പോഴുള്ള ഓഫീസർ വിളിച്ചു, അർജൻറ്റായിട്ട് എനിക്ക് കോട്ടയിലെ സ്വർണ്ണം ഹാൻഡ് ഓവർ ചെയ്യണം, ചാർജ് തരണം, രേഖാമൂലം എല്ലാ സാധനവും എനിക്ക് കാണിച്ച് ഹാൻഡ് ഓവർ ചെയ്യണം, എനിക്ക് ദേവസ്വം ബോർഡിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് വരാന്ന് പിന്നെ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയെന്ന്, നിൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാമെന്നാണ്. അന്നപ്പം മലബാർ ദേവസ്വം ബോർഡിലേക്ക് ഇത് വിനോദ് സാർ പറഞ്ഞ് ഞാൻ 18-ാം തീയതി വരാമെന്ന്. സെപ്റ്റംബർ 18 വന്ന് മലബാർ ദേവസ്വം ബോർഡിന് വെരിഫിക്കേഷൻ ഓഫീസർ രാഹുൽ സാറ് അപ്രൈസറേയും കൂട്ടി വന്ന് ഈ 2 ഓഫീസർമാർ ചെയർമാൻ എല്ലാം കൂടി വന്ന് ഈ ലോക്കർ ഇവിടുത്തെ തുറന്ന് എല്ലാം സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഈ കാണിക്കയായി കിട്ടുന്നതാണ്. നമ്മൾ ഓരോ ഭക്തന്മാർ ഓരോന്നും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് സമർപ്പിക്കുന്നതാണ്. ഈ മോതിരം, വള, പൊട്ട്, താലി, വിവാഹത്തിൻ്റെ താലി, അങ്ങനെ ഓരോരോ സങ്കല്പം മനസ്സിന് ഭക്തന്മാരെ അവർ കാണിക്കുക തന്നെ. അത് എടുത്ത് കയറ്റി ഇവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തു. ഇന്ന സാധനം തൂക്കം രേഖപ്പെടുത്തു, നമ്പർ ക്രമേണ ഞങ്ങൾ ഓരോരുത്തരും 1, 2, 3 ഒക്കെ പരിശോധിച്ച് അവസാനം നോക്കുമ്പോൾ 3 or 4 പാക്കറ്റിൽ സാധനം ഇല്ല. അന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഏതൊക്കെ നമ്പർ നോക്കട്ടെ, ശരി ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ചയിടയ്ക്ക് എത്തിച്ചു ഒന്നായിട്ട് വെച്ചതിൽ. ഏതായാലും ഇപ്പോൾ പുതിയൊരു പരാതി കൂടി ഉയരുന്നു. ഈ ആരോപണ വിധേയൻ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. മിഥില ബാലനാണ് ഇപ്പോൾ ബാലുശ്ശേരി കോട്ടക്ഷേത്രത്തിൽ നിന്ന് ഈ പുതിയ പരാതി സംബന്ധിച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.